യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യത്തെ ദിവസം രാത്രി ആരാധനയ്ക്ക് സമയം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ 10 മുതൽക്ക് 11 വരെയുള്ള സമയത്തിനാണ് കൈപൊക്കിയത്. കാരണം രാത്രി കിടന്നാൽ പിന്നെ ചിലപ്പോൾ ഉണർന്നില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക്, ഞാൻ ചെല്ലാതിരുന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ച് തന്നെയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഇന്നലെ ഞാൻ ഓർത്തു അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല, ഞാൻ ചെല്ലേണ്ടിടത്ത് തന്നെ ദൈവം എത്തിക്കും. എങ്കിലും ഞാൻ പോയി അലാറം വെച്ചു. പക്ഷേ അലാറം അടിച്ചില്ല. ഞാൻ 2 മണി മുതൽ 3 മണി വരെ പോകാനാണ് പറഞ്ഞത്. ഞാൻ 1:40 അലാറം വെച്ചത്. അലാറം അടിച്ചില്ല. 1:50 ആരോ എന്നെ വിളിക്കുന്നത് പോലെ തോന്നി. ഞാൻ എഴുന്നേറ്റു. ഇവിടെ വരുമ്പം 2 ആകാൻ 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ വേഗം ചാപ്പലിൽ ചെന്നു. ദിവ്യകാരൻ്റെ സന്നിധിയിലിരുന്നു. കണ്ണടച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്വരമാണ് കേട്ടത്: ഈശോമിശിഹായിൽ നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത് വരെ നീ ശാന്തമായിരിക്കുക, പരിശുദ്ധാത്മാവിനെ തരും. വീണ്ടും ഞാൻ കണ്ണ് തുറന്നു നോക്കി. വീണ്ടും അത് തന്നെ. കണ്ണടയ്ക്കുമ്പോൾ വീണ്ടും അത് തന്നെ കേട്ടു. ഞാൻ ഓർത്തു, ഞാൻ ശാന്തമായിരിക്കുവാണല്ലോ, ഒന്നും പറയുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ അന്നേരം ഒന്നും എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇന്ന് രാവിലെ ബ്രദർ ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതായത് യോഹന്നാൻ്റെ സുവിശേഷം, പരിശുദ്ധ അമ്മയെ പറ്റി പറഞ്ഞൊക്കെയും എന്നെ സ്പർശിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വെള്ളം വീഞ്ഞാക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത് മുതൽ വീഞ്ഞ് തീർന്നുപോയി. എന്നിട്ട് ബ്രദർ പറഞ്ഞു, ഇത് പഴയ നിയമകാലം അവസാനിച്ചിരിക്കുന്നു. വീണ്ടും വിശദീകരിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വീണ്ടും പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന നിന്നെ ഞാൻ കണ്ടു. എന്നിട്ട് അത്തിമരത്തെക്കുറിച്ചും ബ്രദർ ഇതേ ആശയം തന്നെ പറഞ്ഞു. പഴയ നിയമം അവസാനിച്ചിരിക്കുന്നു. നാം ഇനി പുതിയ നിയമത്തിൽ ജീവിക്കണം, ഈശോയുടെ കരുണയിൽ, ഈശോയുടെ നീതിയിൽ. അത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണം. ഈ ഒരു ആശയം എൻ്റെ മനസ്സിലങ്ങ് നന്നായിട്ട് സ്പർശിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, നീ ശാന്തമായിരിക്കുക, ഈശോമിശിഹായിൽ നിന്നെ രൂപാന്തരപ്പെടുത്തുന്നതുവരെ നീ ശാന്തമായിരിക്കുക, പരിശുദ്ധാത്മാവിനെ തരും. എനിക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഒത്തിരി പറയുന്നില്ല. ദൈവം ബ്രദറിന് ഇതുപോലെ ഞങ്ങളെ പഠിപ്പിക്കുവാൻ തന്ന അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.